ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫറുടെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ കഴിവതും ഒരു ലൈക്ക് ബഹുമാനിക്കാൻ പഠിക്കണം, അയ്യോ സത്യം ഇപ്പൊ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോയും മിനിമം ഒരു 10 മണിക്കൂറിൻ്റെ പണിയിലാണ് മിക്കവാറും ഫോട്ടോസ് എല്ലാം. പ്രത്യേകിച്ച് നെബുല ഗാലക്സികൾ അങ്ങനെയുള്ളതെല്ലാം പുറത്തു വരുന്നത് മണിക്കൂറുകളുടെ ശ്രമഫലമായിട്ടാണ്. ശരത്ത് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫേഴ്സ്? ആസ്ട്രോ ബാക്ക് യാർഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അതാണ് കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ റെഗുലർലി ഫോളോ ചെയ്യുന്നത് അങ്ങനെ കുറവാണ്. നമുക്ക് വേണ്ടുന്ന സമയത്ത് എന്തെങ്കിലും അറിയണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നിന്ന് തന്നെ ഓർത്ത് വയ്ക്കുന്നത് കുറവാണ് ആൾക്കാരുടെ പേരുകൾ. പക്ഷേ ഇത് പഠിക്കാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കോഴ്സ് എടുത്താലും പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്കിത് പഠിക്കാൻ പറ്റില്ല. നമ്മൾ കുറേശ്ശെ ഫോട്ടോ എടുത്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ആസ്ട്രോ ഫോട്ടോഗ്രാഫി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ക്യാമറ വേണം, ലെൻസ് വേണം. അപ്പം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ക്യാമറയും ലെൻസും ഒക്കെ മിക്കവാറും ആൾക്കാരുടെ കയ്യിലൊക്കെ ഇപ്പോൾ ഉണ്ടാവും. പക്ഷേ ഏത് ലെൻസ് വേണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇത്തിരി അപ്പർച്ചർ കൂടിയ ലെൻസ്. അപ്പോൾ നമ്മൾ അപ്പർച്ചർ കൂടിയ ലെൻസിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം വില ഏതാണ്ട് ലക്ഷത്തിൻ്റെ റേഞ്ചിലേക്ക് പോകും.